നാടോടുമ്പോൾ നടുവേ ഓടണം. പക്ഷെ നാടോടണമെങ്കിൽ നികുതി അടയ്ക്കണം. നികുതി വെട്ടിപ്പിന്റെ പേരിൽ കാലാകാലങ്ങളായി പണി വാങ്ങിച്ചു കൂട്ടുന്ന ഒരുപാട് ചേട്ടന്മാരെയും ചേച്ചിമാരെയും നമുക്കറിയാം. പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഇന്ത്യയിൽ ടാക്സ് തട്ടിപ്പുകൾ കണ്ടെത്തി അന്വേഷണം നടത്തുന്ന സർക്കാർ ഏജൻസികൾ, ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ മുതലായ ഗവൺമെന്റ് ബോഡികൾ അവരുടെ അന്വേഷണത്തിനും മറ്റുമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സങ്കേതങ്ങൾ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മനുഷ്യ സഹജമായ ചെറിയ തെറ്റുകൾ പോലും കണിശമായി കണ്ടെത്തുന്നുണ്ട്, വിമർശിക്കപ്പെടുന്നുണ്ട്, ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോഴാണ് തട്ടിപ്പും വെട്ടിപ്പും. നടക്കൂല രമണ. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ടാക്സേഷൻ രീതികളെ പറ്റി നിശ്ചയമായും അറിഞ്ഞിരിക്കണം. ടാക്സേഷനെ കുറിച്ചും ബിസിനസ് ആരംഭിച്ച ശേഷം വർഷാവർഷം ചെയ്തു പോരേണ്ട ഇയർലി കംപ്ലയൻസസിനെ കുറിച്ചുമാണ് ഈ വീഡിയോ. അല്പം ഡ്രൈ സബ്ജക്റ്റ് ആണ്. സോ അളിയൻസ്, ഹായ്, ദിസ് ഇസ് GK ആൻഡ് ദിസ് ഈസ് മൈ ഇൻഫോtainment. ആദ്യം മനസ്സിലാക്കേണ്ടത് GST രജിസ്ട്രേഷനെ പറ്റിയാണ്. എപ്പോഴാണ് GST വേണ്ടത്? ബിസിനസ് പലതരം പ്രോഡക്റ്റുകളുടെ വിപണന മേഖലയിലാണെങ്കിൽ 40 ലക്ഷത്തിന് മുകളിലാണ് കമ്പനിയുടെ വാർഷിക വരുമാനമെങ്കിൽ GST രജിസ്ട്രേഷൻ നിശ്ചയമായിട്ടും ചെയ്തിരിക്കണം. ബിസിനസ് സേവന മേഖലയിലാണെങ്കിൽ 20 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുണ്ടെങ്കിൽ GST നിർബന്ധമാണ്. ചില സ്പെഷ്യൽ കാറ്റഗറി സംസ്ഥാനങ്ങളിൽ 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ പോലും GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. മറ്റൊരു വസ്തുത, ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് നടത്തുന്നവർക്ക് GST മസ്റ്റാണ്. ഇ കൊമേഴ്സ്, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ബിസിനസ് നടത്തുന്നവർക്കും GST നിർബന്ധമാണ്. അങ്ങനെ GST ഖത്തം. ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന പക്ഷം ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായുണ്ട്. കേരളം, കർണാടക, തമിഴ്നാട് തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ ടാക്സ് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇനി നിങ്ങളുടെ കമ്പനിയിൽ 10-ൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായുണ്ട്. കമ്പനിയിൽ 20-ലധികം തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പ്രൊവിഡൻസ് ഫണ്ട് രജിസ്ട്രേഷൻ ചെയ്യണം. ഇനി MSME എന്നൊരു ഓപ്ഷണൽ രജിസ്ട്രേഷൻ ഉണ്ട്, മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അത് ചെയ്താൽ ബാങ്കിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ലോൺ ലഭ്യമാകും, ടാക്സ് സബ്സിഡികൾ ലഭ്യമാകും. പക്ഷേ അത് നിർബന്ധമുള്ള കാര്യമല്ല. ഇയർലി മാൻഡേറ്ററി കംപ്ലയൻസ്, അതായത് കച്ചവടം തുടങ്ങി ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇൻകം ടാക്സ് റിട്ടേൺസ്. വർഷാവസാനം ഇൻകം ടാക്സ് റിട്ടേൺ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ബാലൻസ് ഷീറ്റ് അക്കൗണ്ടിംഗ്. ലാഭനഷ്ടങ്ങൾ മുൻനിർത്തി കൃത്യമായ കണക്ക് വിവരം ഓരോ ബിസിനസ് സംരംഭവും സൂക്ഷിക്കേണ്ടതായുണ്ട്. സമർത്ഥനായ ഒരു അക്കൗണ്ടന്റാണ് ഈ ജോലി ചെയ്യേണ്ടതെങ്കിലും ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഒരു എക്സൽ ഷീറ്റിൽ തന്നെ ഇത് സ്വയം ചെയ്യാം. GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടവ് മാസം തോറും അടയ്ക്കാം, അല്ലെങ്കിൽ വർഷത്തിൽ 4 തവണയായി അടയ്ക്കാം. 1 പേഴ്സൺ കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയാണെങ്കിൽ സെക്രട്ടറിയൽ കംപ്ലയൻസ് ഉണ്ട്. നിങ്ങളുടെ കമ്പനി OPC അല്ലെങ്കിൽ LLP ആണ്, 40 ലക്ഷത്തിലധികമാണ് വാർഷിക വരുമാനമെങ്കിൽ സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് എന്നൊരു ചടങ്ങ് കൂടി നടത്തേണ്ടതായുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പുതിയ ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും